അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ 4 വർഷമായിട്ട് ഏറ്റവും നല്ല സമാധാനത്തിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇങ്ങനൊരു സമാധാനം എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളൊരു സംഗതിയാണ് നിങ്ങളെ മുന്നിൽ പറയാൻ പോകുന്നത്. അതായത് ഏകദേശം 21 വർഷക്കാലം ഞാൻ അനുഭവിച്ച എൻ്റെ പ്രയാസങ്ങളും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റ് എന്തെല്ലാം ഞാൻ അനുഭവിക്കണ ഏതൊക്കെ മനപ്രയാസമായിക്കോട്ടെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള മറ്റ് രോഗങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടും ഞാൻ ഒരുപാട് കാലം മരുന്ന് കഴിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്നൊന്നും യാതൊരു മോചനവും ഉണ്ടായില്ല എന്നല്ല, ശരിക്കും പറഞ്ഞാൽ എന്നെ കൂടുതൽ പ്രയാസത്തിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. അതായത് എനിക്കില്ലാത്തൊരു സംഗതി ബാലൻസ് പോവുക എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇഞ്ചക്ഷൻ എടുത്തു. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ അവർ കണ്ടുപിടിച്ചത് അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ വെറുതെ ഇഞ്ചക്ഷൻ പക്ഷേ എനിക്കറിയാമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. ബാലൻസ് പോയതൊന്നും അല്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ നല്ല രോഗി തന്നെയാണ്. തളർന്നു പോകുന്നൊരവസ്ഥയും അതുപോലെ തന്നെ കാലിൻ്റെ അടിവശത്തു നിന്ന് തുടങ്ങുന്ന വേദന ഏകദേശം തലച്ചോറ് വരെ അങ്ങോട്ട് കുത്തി വേദനിക്കണ വേദനയായിരുന്നു. അത് ഞാനിങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെന്ന് എൻ്റെ ചുറ്റിലുള്ളവർക്ക് അറിയാൻ പറ്റൂല. അത്രയും ഞാൻ വേദന ഇങ്ങനെ തിന്നണൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പല ചെക്കപ്പും ചെയ്ത് നോക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എനിക്കേ അറിയുള്ളൂ. അത്രയും വേദനയായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊരു മനസ്സിൻ്റെ വേദനയായിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ മരുന്ന് കഴിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും കൂടിയിട്ട് ശരിക്കും എനിക്കൊരു പൂർണ്ണമായിട്ടൊരു മോചനം എന്ന് പറയാനായിട്ടില്ല. പക്ഷെ ഞാൻ നന്നായി കൃഷി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ തൊട്ട് മുന്നേ ഞാൻ അനുഭവിച്ച അത്രയും പ്രയാസം അനുഭവിച്ച ഒരു രോഗിയെ അല്ല ഞാൻ എൻ്റെ കൃഷിക്ക് ഇറങ്ങുമ്പോൾ എന്നുള്ളതാണ്. എത്ര വെയിറ്റ് വരെ പൊക്കാനും അതികഠിനമായ ജോലികൾ ചെയ്യാനും ഈ ശരീരം കൊണ്ട് കഴിയും ചെയ്യും. പക്ഷേ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഞാനൊരു രോഗിയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ അതൊരു മനസ്സിൻ്റെ പ്രയാസം തന്നെയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോണു. ഡോക്ടർ മരുന്നില്ലാണ്ട് ഇനി പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥയിലൂടെ അങ്ങനെ പോവുകയാണ്. ആ പോകുന്ന സമയത്തൊക്കെ എനിക്ക് മറ്റ് ശരീരത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, അതുപോലെ ആയുർവേദം, പച്ചമരുന്ന്, നാട്ടുവൈദ്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ പല ചികിത്സകളും ചെയ്ത് നോക്കിയിട്ടും അതിനൊന്നും ഒരു മാറ്റവും കാണാണ്ട് ഇനി ഒരു മരുന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. ഒരു മരുന്നും കഴിക്കാൻ കാരണം ഏത് മരുന്ന് കഴിച്ചാലും എൻ്റെ ശാരീരിക പ്രയാസത്തിനും ആശ്വാസമില്ല, മറ്റ് മനസ്സിൻ്റെ പ്രയാസങ്ങൾക്കൊന്നും ഒരു ആശ്വാസമില്ല. ഡിപ്രഷൻ്റെ മരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അതങ്ങനെ പതുക്കെ സ്റ്റോപ്പാക്കിയിട്ട് പോവുകയാണെങ്കിലും എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സിൻ്റെ പ്രയാസമൊന്നും മാറിയിട്ടില്ല. അങ്ങനെ പോകുമ്പോൾ ഇനി ഒരു മരുന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കളെ ഇതുപോലെ തന്നെ 2 ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പല ചികിത്സകളും തേടിയിട്ട് മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആയുർവേദം, ഹോമിയോ, അതുപോലെ പച്ചമരുന്ന്, ഇങ്ങനെയൊക്കെ പല മരുന്നുകളും പരീക്ഷിച്ച് വർഷങ്ങൾ ഏകദേശം വലിയ കുട്ടിക്ക് 14 വയസ്സാകുമ്പോൾ ഞങ്ങൾ മരുന്ന് സ്റ്റോപ്പാക്കുകയാണ്. അതായത് അവൻ ജനിക്കുമ്പോൾ തന്നെ അവനക്ക് തൈറോയിഡിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ജനിക്കുന്നത്. അങ്ങനെ മരണം വരെ ഈ കുട്ടിക്ക് തൈറോയിഡിൻ്റെ ഗുളിക കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതുമായിരുന്നു. അങ്ങനെ കൊടുക്കാനുള്ള തീരുമാനത്തിലും തന്നെ അങ്ങനെ കൊടുത്തു പോകുന്നതുമാണ്. അതിൻ്റെ ഇടയിൽ 2 ആൺകുട്ടികൾക്കും തന്നെ മറ്റ് ശാരീരിക പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ
പല മരുന്നുകളും പരീക്ഷിച്ച് നോക്കുമ്പോൾ അതിനൊന്നും മാറ്റമില്ലാണ്ട് അവസാനം ഇനി ഒരു മരുന്നും വേണ്ട, ആയുർവേദവും വേണ്ട, ഹോമിയോ വേണ്ട, പച്ചമരുന്നും വേണ്ട, കൊണ്ടുവന്ന് വെച്ച മരുന്ന് തന്നെ വീട്ടിൽ അത് കൊണ്ടുവന്നത് ഫുള്ള് തീർക്കാതെ തന്നെ, അതായത് ആ മരുന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ശരിക്കും പിന്നെ ആ മരുന്ന് അവിടെ കൊടുക്കുന്നതിൻ്റെ വഴി തന്നെ അത് സ്റ്റോപ്പാക്കുകയാണ് ചെയ്തത്. കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അത് മരുന്ന് തീർന്നു പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണ് ചെയ്തത്. അതായത് മരുന്ന് ഇത്രയും കഴിച്ചിട്ടും യാതൊരു മാറ്റവും കുട്ടികൾക്ക് സംഭവിക്കണില്ലല്ലോ എന്നുള്ളത് കൊണ്ട് എന്തിനാണ് ഈ മരുന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ മരുന്ന് സ്റ്റോപ്പാക്കി. ആ സമയത്ത് അങ്ങനെ മരുന്നില്ലാണ്ട് ജീവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ പറ്റുമല്ലോ എന്നൊരു തോന്നലാണ് ഉണ്ടായത്. മറ്റേത് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ആയുർവേദമാണെങ്കിൽ ഇറച്ചി, മീൻ, പാല്, മുട്ട, തൈര് ഇങ്ങനെയുള്ള ഇതൊന്നും കൊടുക്കണില്ല. ഒരു ബിരിയാണി ഒന്നും കൊടുക്കണം, വെറും ചോറും അതുപോലെ പച്ചക്കറികളും കൂട്ടിയിട്ടിൻ്റെ വെച്ച് കുഞ്ഞു മക്കൾ ഭക്ഷണം എത്രയോ വർഷക്കാലം അങ്ങനെ കഴിച്ചു പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത്രയും മരുന്ന് കൊടുത്തിട്ടും യാതൊരു മാറ്റവും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങനെ മരുന്ന് കൊടുക്കണമെന്നൊരു ചിന്ത വന്നിട്ട് ഞാൻ മക്കളെ മരുന്നും ഞാൻ അങ്ങോട്ട് സ്റ്റോപ്പാക്കി. പിന്നെ ഞാനും എൻ്റെ മരുന്നുകളൊക്കെ ഒഴിവാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസക്കാലം മരുന്നുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിച്ചു. അതിന് ഒരു പരിഹാരം കണ്ടുകൊണ്ടല്ല, ഒരു പരിഹാരം കണ്ടിട്ടില്ല, പക്ഷേ മരുന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടാണ് സ്റ്റോപ്പാക്കിയത്. അത് എൻ്റെ സ്വയം ചിന്ത കൊണ്ട് ഹസ്ബൻഡിനോട് പോലും ഈ കാര്യം പറയാണ്ട് മക്കളെ മരുന്ന് കൊടുന്ന് വെച്ചത് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലും പറയാണ്ട് ഞാൻ സ്റ്റോപ്പാക്കിയിട്ട് പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പം മക്കൾക്ക് മരുന്ന് കൊടുക്കണില്ല, അപ്പോൾ എന്താ കൊടുക്കാത്തതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാറ്റമൊന്നുമില്ലല്ലോ. അപ്പം എന്നോട് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, എന്താ കൊടുന്ന് വെച്ച മരുന്ന് അങ്ങോട്ട് കൊടുത്ത് തീർത്താളെ, എന്നിട്ട് നിർത്തിയാൽ പോരെ, ഇനി വേണ്ട പുതിയത് കൊണ്ടുവരണ്ടെന്ന് വെച്ചാൽ പോരെയെന്ന് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ ഈ കൊണ്ടുവന്ന് വെച്ചത് തീർക്കണേ, കാരണം ഇത്രയും കൊടുത്തിട്ടും ഒരു ഇച്ചിരി പോലും മാറ്റില്ലാണ്ട് പിന്നെ വെറുതെ എന്തിനാ അത് കൊടുത്ത് തീർക്കണേ, അവിടെ കിടന്നോട്ടെ, അത് ഒഴിവാക്കാമെന്ന് ഞാൻ അങ്ങോട്ട് പറയാണ്. അങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ട് ഒരു 6 മാസക്കാലം ഇതേ അവസ്ഥയിൽ മരുന്നില്ലാണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ശരിക്കും യാദൃശികമായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് ഞാൻ അറിയണത്. അപ്പോൾ എത്രയോ ദൂര സ്ഥലങ്ങളിൽ, വയനാട്, ഇതുപോലെ തന്നെ പൊന്നാനി, ഇങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ മക്കൾക്കായിട്ടും എനിക്കായിട്ടൊക്കെ ചികിത്സക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു യൂട്യൂബിൽ കണ്ട വീഡിയോയിൽ നമ്മൾ ആ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പം ഈ ചികിത്സ എവിടെയെന്ന് വെച്ചാൽ എൻ്റെ വീട് മലപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ മലപ്പുറത്ത് തന്നെയാണ് ഈ ചികിത്സ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പം മരുന്നില്ലാണ്ടാണ് ഇപ്പോൾ ജീവിക്കണതും, പിന്നെ ഈ ചികിത്സയാണെങ്കിൽ മരുന്നില്ലാത്തൊരു ചികിത്സയാണ്, അപ്പം എന്നാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്നൊരു തോന്നൽ ഹസ്ബൻഡും പറഞ്ഞു. നമ്മളിപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ലൈഫല്ലേ, ഇപ്പോൾ എന്തായാലും വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചികിത്സ അന്വേഷിച്ച് അവിടെ എത്തിപ്പെട്ടപ്പോൾ ഉണ്ടായത് എന്താ വെച്ചാൽ, നിലവിൽ മോന് മരണം വരെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞല്ലോ, ഈ മരുന്ന് സ്റ്റോപ്പാക്കുക എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഈ മരുന്ന് കുടിക്കുന്ന ആളെ ചികിത്സിക്കൂല എന്നുള്ള രീതിയിലാണ് അവിടുന്ന് സംസാരം ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലൊരു ഭയമുണ്ട്, കാരണം മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 6 മാസത്തേക്ക് ഇങ്ങനെ മരുന്ന് കൊടുക്കാണ്ടിരിക്കുക, എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് എന്താ വെച്ചാൽ തീരുമാനം എടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ മോനിക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് വാങ്ങുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ഈ ശരീരത്തിലെ മറ്റ് പ്രയാസങ്ങൾക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മോനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുമ്പം എനിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കും, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അങ്ങനെ ഓരോ ആഴ്ചയിലും ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്ന് വെച്ചാൽ എൻ്റെ ചികിത്സയിൽ എനിക്കുണ്ടായ എൻ്റെ ശരീരത്തിലെ പ്രയാസങ്ങൾ കുറേയല്ല ഉണ്ടായത്. ഞാൻ അത്രയും കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അത്രയും കാലം ഞാൻ അനുഭവിച്ച് എൻ്റെ മനസ്സിൻ്റെ പ്രയാസം, മനസ്സിൻ്റെ രോഗം എന്ന് പറയാലോ, ഈ രോഗത്തിൻ്റെ ഒരു ചേഞ്ചാണ് എനിക്ക് കാണാൻ പറ്റിയത്. അതായത് ഞാൻ അനുഭവിച്ചിരുന്ന അത്രയും പ്രയാസങ്ങൾ എൻ്റെ ഇത് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു അന്ന് എൻ്റെ രോഗം ശരിക്കും അത് പുറത്തേക്ക്, ഞാൻ അനുഭവിക്കണ എൻ്റെ പ്രയാസങ്ങൾ പുറത്തേക്ക് ഒഴിഞ്ഞു പോകുകയാണെന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു. എങ്കിലും ആ സമയങ്ങളൊക്കെ ആഴ്ചയിൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുകയും ചെയ്യും. പക്ഷേ വലിയൊരു തിരിച്ചറിവാണ് അവിടുന്ന് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്രയും കാലം അനുഭവിച്ചതിൻ്റെ പ്രയാസങ്ങൾ ഫുള്ളായിട്ടത് പുറത്തേക്ക് അങ്ങോട്ട് ഒഴിഞ്ഞു പോയി. എന്തോ ഒരു സമാധാനം. പിന്നീട് എനിക്ക് ഇതുവരെ
അത്രയും കാലം അലട്ടിയിരുന്ന എൻ്റെ മനസ്സിൻ്റെ രോഗം എന്ന് പറയാലോ, ആ രോഗം ഇതുവരെ 4 വർഷമായി എനിക്ക് പിന്നീട് അനുഭവിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ശരിക്കും ഞാൻ ഈ ഒരു ചികിത്സയിലേക്ക് എത്തിപ്പെട്ടത് എന്തിനായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലുള്ള എൻ്റെ മറ്റ് പ്രയാസങ്ങൾക്കല്ലേ. പക്ഷേ ഇവിടെ എനിക്ക് ഞാൻ പറയാത്തൊരു രോഗം സുഖപ്പെട്ടതിൽ എനിക്ക് വലിയ അത്ഭുതമായി തോന്നി. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ എന്നോട് നിർബന്ധിച്ചു, ഈ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നമ്മളെ ഫാമിലിക്ക് തന്നെ ഉപകാരപ്പെടുമല്ലോ, പിന്നെ നമുക്കൊരു ചികിത്സ മറ്റുള്ള ആളുകളെ ആശ്രയിക്കണ്ടല്ലോ, ഇത് പഠിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പഠിക്കണ്ടേ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. അവസാനം എന്താക്കി, ഒരു തീരുമാനം ഞാൻ എടുത്തു, പഠിക്കാം, എന്നാൽ പിന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാൻ നമുക്ക് സ്വയം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ചികിത്സ ചെയ്യാലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്ന് ഞാൻ അങ്ങനെ അഡ്മിഷൻ എടുത്തു, പഠിക്കാൻ ചെന്നു. അൽഹംദുലില്ലാ പഠനം ഓരോ ക്ലാസ് കേട്ട് കഴിയുമ്പോഴും ശരിക്കും മക്കൾക്ക് മാത്രം എൻ്റെ കുടുംബത്തിൽ ഇത് ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിച്ച ആ ചിന്തയിൽ നിന്നും പിന്നീട് എനിക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഇതിൻ്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഗതിയല്ല. ലോകം മുഴുവനുള്ള ജനങ്ങൾ മനുഷ്യർ അനുഭവിക്കണ ഇത്, ഞാൻ അനുഭവിച്ച പ്രയാസം എനിക്കറിയാമല്ലോ. എൻ്റെ പ്രയാസം എനിക്ക് വലുതായിരുന്നു. മറ്റുള്ളവരോട് പറയുമ്പോൾ അത് അവർക്കൊരു നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഞാൻ അനുഭവിക്കണ പ്രയാസം എത്ര കണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഇതുപോലെ പല രോഗം കൊണ്ടും പ്രയാസപ്പെട്ട് പല ചികിത്സാ രീതിയിലും എത്തിപ്പെട്ടിട്ട് ആശ്വാസമില്ലാണ്ടും സമാധാനമില്ലാണ്ടും കഴിഞ്ഞു പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ എൻ്റെ ചുറ്റിലും ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് എനിക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ത്വരയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അക്യൂപഞ്ചർ എന്ന ചികിത്സാ രീതി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുണ്ടോ എൻ്റെ സംസാരം എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം എവിടെ ചെന്നാലും ഈ ഒരു സംഗതി അല്ലാണ്ട് ഇപ്പോൾ പറയാനില്ല. കാരണം ആർക്കെങ്കിലും ഞാൻ അനുഭവിച്ച് എൻ്റെ പ്രയാസങ്ങൾ ഇതുപോലുള്ള ഇതേ പ്രയാസങ്ങളെല്ലാം എന്ത് പ്രയാസം ശരീരത്തിൽ അനുഭവിക്കണ, ശാരീരികമായിക്കോട്ടെ അല്ലെങ്കിൽ മാനസികമായിക്കോട്ടെ, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഈ ചികിത്സാ രീതിയിലൂടെ അത് സുഖപ്പെടുത്തും എന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഇത് മാത്രമാണ് സംസാരത്തിൽ വന്നു പോകുന്നതെന്ന് എന്നെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു പഠനശേഷം ഞാൻ എന്നെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലായൊരു കാര്യമാണ്, അത് ഒരു ബോധ്യത്തിൽ നിന്നുണ്ടായത് തന്നെയാണ്, ബോധ്യമാണ്. അതല്ലാണ്ട് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 21 വർഷക്കാലം ഞാൻ അനുഭവിച്ചു, അതിലെനിക്കൊരു ബോധ്യപ്പെടാണ്ടാണല്ലോ ഞാൻ മരുന്നുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത്. അതല്ലാണ്ട് നമ്മളാരെ ഫോഴ്സ് ചെയ്തിട്ടൊന്നും അല്ല. ഇതിൻ്റെ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ഫുള്ളായിട്ട് മക്കളതായിക്കോട്ടെ എൻ്റെതായിക്കോട്ടെ ചികിത്സ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് എൻ്റെ ബോധ്യത്തിൽ നിന്നാണെങ്കിൽ, ഈ ഒരു സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും എൻ്റെ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ്. അതായത് ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന 4 വർഷത്തെ എൻ്റെ മനസ്സിൻ്റെ സമാധാനം, ശരീരത്തിൻ്റെ സമാധാനവും അതിൽ കൂടുതൽ മനസ്സിൻ്റെ സമാധാനം കൂടിയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണാൻ ഏതൊരാളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വീട്ടിൽ ഒരാളെങ്കിലും പഠിപ്പിക്കുക എന്ന് പറയുന്നതിലപ്പുറം എല്ലാവരും പഠിക്കണം ഈ ഒരു സംഗതി എന്നുള്ളതും കൂടി എനിക്ക് പറയാൻ തോന്നിപ്പോകുന്നുണ്ട്. എല്ലാവരും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഒരാളെങ്കിലും പഠിപ്പിക്കുക. അതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.